നമ്മള് ഏറ്റവും ഉള്ളത്തതാണ് കോർ സെന്റർ. അപ്പൊ നിങ്ങൾ എന്ന വ്യക്തി, ഇപ്പൊ നമ്മൾ നമ്മതിൽ ചെയ്യാം, എന്നാലല്ലേ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റാ. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആള് ആരാന്ന് വെച്ചാൽ പുറമേ അല്ല, അങ്ങനെയല്ല ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടന്റ് എനിക്ക് എന്താണ്, ആരാണ്, അത് ആ സെന്ററിൽ പോയി ചെയ്ത ഏറ്റവും സെന്ററിലുള്ള സർക്കിളിൽ. വസ്തുവല്ല, വ്യക്തി. ബൗണ്ടറീസ് ഇൻ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. കാരണം ഞാൻ പിന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് വരും, നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, എഴുതിക്കോളൂ. ഞാൻ ആൾക്കാർ പറയാത്ത എന്താ വെച്ചാല്, നിങ്ങൾ എത്രത്തോളം വേണ്ട അത് പറഞ്ഞ പിന്നെ നിങ്ങൾ ഉത്തരം എഴുതും. അവിടെ നെക്സ്റ്റ് അത് നമ്മൾ ഇന്നർ സർക്കിൾ എന്ന് പറയും. എഴുതി വെച്ചോളൂ, ഇന്നർ സർക്കിൾ. ഓക്കെ, അതെ എത്ര വേണം എഴുതിക്കോളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത പിന്നെ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇന്നർ സർക്കിൾ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം മിഡിൽ സർക്കിൾ എന്ന് പറഞ്ഞത് ഇതിനും കുറച്ച് അപ്പുറത്തേക്ക് നിൽക്കുന്ന ആൾക്കാർ, നിങ്ങളുമായിട്ട് കുറച്ച് അപ്പുറത്തേക്ക് നിൽക്കുന്ന ആൾക്കാർ. നമ്മളുണ്ടല്ലോ ഡിസ്റ്റന്റ് ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് പോയില്ലേ, അങ്ങനെയാണ്. ഏറ്റവും ഉള്ളിലുള്ളത് ഏറ്റവും അടുത്ത്, കുറച്ചത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റന്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റന്റ്. അപ്പൊ ഔട്ടർ സർക്കിൾ വരുമ്പോൾ അതിക്കും മേലെ ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ആൾക്കാർ. ഇതൊക്കെ നിങ്ങൾ ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ട ആൾക്കാരാണ്. അതാണ് റിലേഷൻഷിപ്പ് ബൗണ്ടറി. ഓക്കെ, എഴുതിയ മിഡിൽ സർക്കിൾ എഴുതി കഴിഞ്ഞാൽ ഔട്ടർ സർക്കിൾ എഴുതാ. ശരിയില്ലേ, പറയട്ടെ. അപ്പോ ഇന്നർ സർക്കിളില് എന്തൊക്കെ എഴുതിയിരിക്കുന്ന എല്ലാവരും? ആരൊക്കെ പേര്, ജസ്റ്റ് പേര് വിളിച്ചു പറഞ്ഞാൽ മതി. ഇന്നർ സർക്കിളില് മദർ, വെരി ഗുഡ്. ഇന്നർ സർക്കിളിലെ ഞാനാണ്, ആരും അകത്ത് കയറ്റരുത്. പറയാം എന്തുകൊണ്ട്, അത് പറയാം. ഓക്കെ, മാറ്റി എഴുതിക്കോളി. യു ഓർ മീ. അവിടെ വെട്ടിക്കുത്തിയത് പുതിയതിൽ എഴുതിക്കോളിന്ന്. ആദ്യം കയറ്റാൻ പറ്റൂല യുവിന്റെ ഉള്ളിലേക്ക്. ഇന്നർ സർക്കിൾ എല്ലാരും പുറത്താക്കി. നിങ്ങൾ കേറാ, നിങ്ങള് മാത്രം ഒരാളും കയറ്റരുത് കേട്ടാ. അവിടെ പുതിയ സർക്കിൾ വരച്ചോളി ഞാൻ പറയുന്നത്. യു അല്ലെങ്കിൽ ഞാൻ, യു എന്ന് പറയും, മീ ഞാൻ. അല്ല, അത് പറയാം, എന്തുകൊണ്ടാന്ന് പറയാം. നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാണ്. ആരും കയറ്റരുത്. കയറ്റി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അത് ഇനി പെണ്ണുങ്ങളായാലും വേണ്ടില്ല, പുതിയാപ്പിളായാലും വേണ്ട, കുട്ടികളായാലും വേണ്ട, ആരും വേണ്ട, നമ്മൾ മതി. അത് മനസ്സിലാവും. ഐ വിൽ എക്സ്പ്ലെയിൻ ടു ദാറ്റ്. നെക്സ്റ്റ് ഇന്നർ സർക്കിൾ. ഈ ഇന്നർ സർക്കിൾ കഴിഞ്ഞ ശേഷം മിഡിൽ സർക്കിൾ ആൻഡ് ഔട്ടർ സർക്കിൾ, ഇത് രണ്ടും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭാര്യ, കുട്ടികൾ. പിന്നെ നമ്മള് കുട്ടികളാണെങ്കിൽ ഇത് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയാണ്. കുട്ടികളാണെങ്കിൽ എന്റെ ക്ലോസ് ഫ്രണ്ട്, പാരന്റ്സ് ഒക്കെ അപ്പുറത്ത്. ടീനേജ് അങ്ങനെയാണല്ലോ, ക്ലോസ് ഫ്രണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ, അവർക്കട്ടെ നിങ്ങൾ ഇതിൽ. പിന്നെ വേറെ പലർക്ക് പാരന്റ്സിന് ഇന്നർ സർക്കിൾ വരും, വേറെ ആൾക്കാർക്ക് പാരന്റ്സ് മിഡിൽ സർക്കിളിലോട്ട്. ഇന്നർ സർക്കിൾ ആരും കൊണ്ടില്ല, മിഡിൽ സർക്കിളിലോട്ട് പാരന്റ്സ് ചിലർക്ക് കൊണ്ടും, ചിലർക്ക് അത് കുറച്ച് അങ്ങോട്ട് ആക്കും. ഡിപ്പെൻസ് ആണ് അതൊക്കെ. ഓക്കെ, പിന്നെ ഫ്രണ്ട്സ് ഏത് ബൗണ്ടറി ഇടണം, അപ്പുറത്തേക്ക് അങ്ങോട്ട് ഇട്ടോളി. ഫ്രണ്ട്സ് ഒക്കെ ഓരോ ആൾക്കാരുടെ ചോയ്സ് ആണ്. പക്ഷെ ടീനേജേഴ്സിനല്ല, ടീനേജേഴ്സിന് മാറ്റം വരും. ഫ്രണ്ട്സും കേട്ടാ. റിലേറ്റീവ്സ് അങ്ങനെ അടുപ്പിക്കില്ല. ഓരോന്ന് പറയുന്ന റിലേറ്റീവ്സ് അല്ലെ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, വ്യത്യാസം മനസ്സിലാവും. നമ്മൾ കുറച്ചുകൂടി മെച്ചൂർ ആകുമ്പോൾ നമ്മൾ തന്നെ വേണ്ടതിനെ അങ്ങോട്ട് ഉള്ളിക്കളിച്ച് ബാക്കിയുള്ളതിനാണ് പുറത്തുകൂടെ തുടങ്ങും. ഓക്കെ, പക്ഷെ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം നമ്മൾ ആ ബൗണ്ടറീസ്. എന്തിനാണ് ഈ ബൗണ്ടറീസ് നമ്മൾ ക്ലിയർ ചെയ്യണം? അപ്പൊ റിലേറ്റീവ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഫ്രണ്ട്സ് എഴുതിയിട്ടുണ്ടായിരിക്കും, പിന്നെ പാരന്റ്സ് എഴുതിയിട്ടുണ്ടായിരിക്കും. അല്ലെ, മെയിൻ പാർട്ട് അതല്ലേ അല്ലെ. പിന്നെ നമ്മള് മീ. ഓക്കെ, പിന്നെ സ്പൗസ് ആൻഡ് കിഡ്സ്. ഈ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ബൗണ്ടറി ഇടുന്നത്. ബാക്കിയുള്ള എല്ലാവരും അങ്ങ് അകലെ, അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് എടുക്കാൻ നടക്കരുത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ബൗണ്ടറീസ് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ രണ്ട് കാര്യങ്ങൾ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇമോഷണൽ ബൗണ്ടറീസ് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റും, നമ്മള് ടച്ചിനെ കുറിച്ച് പറഞ്ഞെടുക്കാൻ പറ്റും. ഇന്ന് വാക്കുകളാണ് ഇമ്പോർട്ടൻറ്റ്, ടോക്കിനെ കുറിച്ച് പറയാൻ പറ്റും. ഇതൊന്നും അറിയാതെ സംസാരത്തിനെ കുറിച്ചോ സേഫ് ടച്ചോ അൺസേഫ് ടച്ചോ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇല്ല. ആദ്യം അവരറിയേണ്ടത് ബൗണ്ടറികളെ കുറിച്ച്. ഓക്കെ, ഇതൊക്കെ നിൽക്കട്ടെ. ഇപ്പൊ നിങ്ങളൊക്കെ ആദ്യം എഴുതിയത് കുട്ടികള്, പുതിയാപ്പ, പെണ്ണുങ്ങള്, ഇന്നർ കോറില് എഴുതിയ കുറെ ആൾക്കാരുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? തെറ്റാണല്ല കേട്ടോ,
നമ്മളെ അവയർനെസ് ഒക്കെ വരികയാണ്. എന്താ കാര്യം? വി ഓൾ ലീവ് ഓർ വി സീക്ക്, നമ്മള് എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട് ലവ്, റെസ്പെക്ട്, അഫെക്ഷൻ, പ്രൊട്ടക്ഷൻ ഫ്രം അതേഴ്സ്. അല്ലേ? അവളെന്നെ സ്നേഹിച്ചു നടക്കുന്നില്ല, ഞാൻ എങ്ങനെ സ്നേഹിക്കണം, എന്നെ റെസ്പെക്ട് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഈ പ്രശ്നം പറഞ്ഞ് നമ്മളെങ്ങനെ വിങ്ങ. എന്താ? മറ്റുള്ളവർ ഇങ്ങോട്ട് തന്നില്ല, അവിടുന്ന് ഇങ്ങോട്ട് തന്നില്ല. അത് അവരെ ചോയ്സ് അല്ലേ? തരണോ അവരെ മൂടല്ലേ? അതൊന്നും ഇവിടെ ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് അതും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രസന്റ് സിറ്റുവേഷൻ കൊളാക്കണം. യു ഗോട്ട് ഇറ്റ്? അതും പറഞ്ഞുകൊണ്ട് നടക്കുക. എത്ര കാര്യങ്ങൾ എനിക്ക് ചെയ്യാണ്ട്, കുട്ടികളെ പഠിപ്പിക്കാണ്ട്. പക്ഷെ ചിന്ത, ഭാര്യ എനിക്ക് രാവിലെ ചായ എന്നോട് സ്നേഹമല്ല. പെണ്ണുങ്ങള് ടീച്ചറാണെങ്കിൽ ഭർത്താവ് സ്കൂട്ടറുമ്പോ കൊണ്ടുവയ്ക്കാനില്ല, തിരക്ക്, ഞാൻ കഴിഞ്ഞിട്ട് പോയാൽ വരാമെങ്കിൽ നമ്മൾ വേറെ ഓപ്ഷൻ അവിടെ നോക്കണില്ല, അല്ലെങ്കിൽ അയാളെ മൂഡ് നോക്കണില്ല. പ്രയോറിറ്റി അതേഴ്സ്. എവരിബഡി ഈസ് ലിവിങ് ലൈക്ക് ദാറ്റ്. മറ്റുള്ളവര്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? അതേഴ്സ്. മറ്റുള്ളവരുടെ വ്യൂസിന് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നു.